അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബസ്മല അക്കാദമിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ വുളൂ ചെയ്യുന്ന വ്യക്തിക്ക് വുളൂ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഉണ്ടായിരിക്കേണ്ട 6 ഷർത്തുകൾ, 6 നിബന്ധനകൾ പറഞ്ഞു. പ്രധാനമായും വുളൂ ചെയ്യാൻ നജസില്ലാത്ത, കലർപ്പുകളില്ലാത്ത ശുദ്ധമായ വെള്ളം വുളൂ ചെയ്യാൻ ആവശ്യമാണെന്ന് നമ്മൾ വിശദീകരിച്ചു. അതോടൊപ്പം വുളൂഇൽ പ്രധാനമായും നമ്മൾ കഴുകുന്ന ഫർളായ സ്ഥലങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. കട്ടിയുള്ള മഷി, പൊളിച്ചെടുത്താൽ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന രീതിയിലുള്ള മൈലാഞ്ചികൾ, അങ്ങനെയുള്ളതൊന്നും നമ്മളുടെ വുളൂഇൻ്റെ അവയവങ്ങളിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്നത് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചു. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വുളൂഇലേക്ക് കടക്കുകയാണ്. വുളൂഇൻ്റെ ഫർളുകളിലേക്ക് കടക്കുകയാണ്. വുളൂഇന് 6 ഫർളുകളാണുള്ളത്. ആ വുളൂഇൻ്റെ 6 ഫർളുകൾ വളരെ ഹ്രസ്വമായി പറയുകയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതാബിലേക്ക് കടക്കാം. വഫുറൂദുഹു സിത്തത്തുൻ. വുളൂഇൻ്റെ ഫർളുകൾ 6 എണ്ണമാണ്. അൽ അവ്വലു, ആദ്യത്തെ ഫർള്, അന്നിയ്യതു ഇൻദ ഗസ്ലിൽ വജ്ഹ്. മുഖം കഴുകുന്ന സന്ദർഭത്തിൽ നമ്മൾ നിയ്യത്ത് വെക്കുക. വുളൂഇൻ്റെ ഫർളായ കഴുകൽ, ഫർളായ പ്രവൃത്തി ആദ്യത്തേത് മുഖം കഴുകലാണ്. അതിനു മുമ്പ് നമ്മൾ മുൻകൈ കഴുകുന്നുണ്ട്, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നുണ്ട്, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമ്മൾ അഊദും ബിസ്മിയും ചൊല്ലുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്റ് ചൊല്ലുന്നുണ്ട്. അതൊക്കെയും സുന്നത്തുകളാണ്. അപ്പോൾ ആ സുന്നത്തുകൾ ലഭിക്കണമെങ്കിൽ സുന്നത്തിൻ്റെ നിയ്യത്ത് നേരത്തെ വെക്കണം. നവൈത്തു സുനനൽ വുളൂഇ, വുളൂഇൻ്റെ സുന്നത്തുകളാണ് ഞാൻ ഈ എടുക്കുന്നത് എന്ന നിയ്യത്തോടു കൂടെ വുളൂഇൻ്റെ സുന്നത്തിനെ കരുതിക്കൊണ്ടായിരിക്കണം മുൻകൈ കഴുകുന്നതും വായിൽ വെള്ളം കൊപ്പിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുന്നതും ഒക്കെ. പിന്നെ മുഖം കഴുകുന്ന സമയത്താണ് ഫർളിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത്. ഫർളിൻ്റെ നിയ്യത്ത് തന്നെ ആദ്യമേ നമ്മൾ വെച്ച് വരികയാണെങ്കിൽ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ വുളൂഇനെ ഞാൻ കരുതി, വുളൂ എന്ന ഫർളിനെ ഞാൻ കരുതി, അല്ലെങ്കിൽ നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു തുടങ്ങിയ വുളൂഇൻ്റെ നിയ്യത്തിൽ പരിഗണിക്കപ്പെടുന്ന ഏത് നിയ്യത്തും നമുക്ക് വെക്കാം. ആ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ മുൻകൈ കഴുകി പോരുകയാണെങ്കിൽ ആ നിയ്യത്ത് തന്നെ നമുക്ക് മതിയാകും. അപ്പോൾ വുളൂഇൻ്റെ നിയ്യത്ത് നമ്മൾ വെക്കൽ നിർബന്ധമുള്ളത് എപ്പോഴാണ്? മുഖം കഴുകുന്ന സന്ദർഭത്തിലാണ്. അത് ആ മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കുക എന്നത് ഹൃദയത്തിൽ നടക്കേണ്ട പ്രവൃത്തിയാണ്. നാവ് കൊണ്ട് പറയൽ സുന്നത്താണുള്ളത്. നാവ് കൊണ്ട് പറയാം. നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നമ്മളുടെ മനസ്സിൽ ആ പറയുന്ന വിഷയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു എന്നോ, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ, അല്ലെങ്കിൽ വുളൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നോ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ മുഖം കഴുകാൻ ആരംഭിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഫർദ് ഏതാണ്? അന്നിയ്യത്തു, വുളൂഇൻ്റെ നിയ്യത്താണ്. നിർബന്ധമായും നിയ്യത്ത് വെക്കേണ്ടത് മുഖം കഴുകുമ്പോഴാണ്. ആ നിയ്യത്ത് നമുക്ക് നേരത്തെ വെച്ചാൽ സുന്നത്തിൻ്റെ കൂലി കൂടെ കിട്ടണമെങ്കിൽ നിയ്യത്ത് നേരത്തെ വെക്കണം. അവിടെ സുന്നത്തുകളുടെ നിയ്യത്ത് മാത്രം വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഫർദിൻ്റെ നിയ്യത്ത് അവിടെ വെച്ച് മുഖം കഴുകുന്നത് വരെ ആ നിയ്യത്ത് മനസ്സിൽ കൊണ്ടു നടന്ന് മുഖം കഴുകുമ്പോൾ ഈ നിയ്യത്തുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നിർബന്ധമാണ്. മുഖം കഴുകുന്ന സമയത്ത് എന്ത് വേണം? നിയ്യത്ത് വേണം. മുമ്പത്തെ സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ നമ്മൾ ആ നിയ്യത്ത് തുടക്കത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ വുളൂഇൻ്റെ സുന്നത്തുകളെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുകയോ ചെയ്യണം. ഏതായിരുന്നാലും ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് അമലുകളും ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുന്നത് നമുക്ക് നിയ്യത്തുണ്ടാകുമ്പോഴാണ്. അപ്പോൾ നിയ്യത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാ ഇബാദത്തിൻ്റെയും തുടക്കത്തിൽ നിയ്യത്ത് വെക്കൽ ആ ഇബാദത്തുകൾ സഹീഹാവാനും അത് അള്ളാഹു സ്വീകരിക്കാനും
ഏറ്റവും വലിയ ഒരു നിബന്ധന തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തത് അൽ ഔവലു അന്നിയ്യതു ഇൻദ ഗസ്ലിൽ വജ്ഹ്, മുഖം കഴുകുന്ന സന്ദർഭത്തിൽ നിയ്യത്ത് വെക്കുക. അപ്പോൾ മുഖം കഴുകുന്ന സന്ദർഭത്തിൽ എന്ന് പറയുമ്പോൾ മുഖം കഴുകലിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിയ്യത്തുണ്ടാകണം. മുഖം കഴുകി പകുതി മുക്കാലായതിനു ശേഷം നിയ്യത്ത് വെച്ചാൽ നിയ്യത്തിന്റെ മുമ്പ് കഴുകിയ സ്ഥലങ്ങളൊന്നും വുളൂഇന്റെ കഴുകലായി പരിഗണിക്കപ്പെടുകയില്ല. ആ ഭാഗം വീണ്ടും കഴുകേണ്ടി വരും. ഏതായിരുന്നാലും ഒന്നാമത്തത് അതാണ്. വസ്സാനി, രണ്ടാമത്തത് ഗസ്ലുൽ വജ്ഹി, മുഖം കഴുകലാണ്. മുഖം കഴുകുമ്പോൾ ഏതാണ് മുഖം എന്ന് ആദ്യം അറിയേണ്ടതുണ്ട്. മുഖം എന്ന് പറഞ്ഞാൽ സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ, നമ്മുടെ നെറ്റിയുടെ മുകളിൽ സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താട വരെയാണ് മുഖത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഈ ചെവി മുതൽ ഈ ചെവി വരെ, ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുള്ള സ്ഥലമാണ് മുഖത്തിന്റെ വീതി എന്ന് പറയുന്നത്. ഈ വട്ടത്തിലുള്ള ഈ ഏരിയ മുഴുവനും കഴുകൽ നിർബന്ധമാണ്. അവിടെ വെള്ളം ചേരലിന് തടസ്സമാകുന്ന ഒന്നും നമ്മുടെ മുഖത്തുണ്ടായിക്കൂടാ. ഈ മുഖത്തു നിന്ന് മുളച്ച എല്ലാ താടി രോമങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളും പുറവും, ഈ മുടിക്കുള്ളിലുള്ള തൊലിയും, ഇതെല്ലാം കഴുകൽ നമുക്ക് നിർബന്ധമാണ്. അത്രയും തിങ്ങിയ താടിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സാധാരണ മുമ്പിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ആ മുടിയുടെ ഉള്ളിലുള്ള തൊലിയുടെ നിറം കാണൂല. അതിനു മാത്രം തിങ്ങിയ താടിയാണെങ്കിൽ അവർക്ക് ഉള്ളിലേക്ക് വെള്ളം ആക്കുന്നതിന് ചെറിയ ഇളവുണ്ട്. എന്നാലും അത് നല്ലോണം തിക്കകറ്റൽ അവർക്ക് സുന്നത്താണ്. അപ്പൊ ഏതായിരുന്നാലും ഈ മുഖത്തുള്ള തൊലിയും മുടിയും രോമവും എല്ലാം കഴുകൽ നമുക്ക് നിർബന്ധമാണ്. അപ്പോ അസാനി, രണ്ടാമത്തെ ഫർള് ഗസ്ലുൽ വജ്ഹി, മുഖം കഴുകലാണ്. കഴുകണം, തുടച്ചാൽ മതിയാവൂല. കഴുകാന്ന് പറഞ്ഞാൽ വെള്ളം ഒലിക്കണം, വെള്ളത്തെ ഒലിപ്പിക്കണം. വെള്ളത്തെ ഒലിപ്പിക്കുമ്പോഴാണ് കഴുകലാവുക. അപ്പോൾ മുഖം കഴുകണം. അല്ലാതെ കുറച്ച് വെള്ളം ഇങ്ങനെ നനച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനെ നനച്ചാൽ അതെന്താവൂല, കഴുകലാകൂല. അതിന് തുടക്കൽ എന്ന് പറയും. മുഖം കഴുകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫർദ്. ഇനി മൂന്നാമത്തെ ഫർദിലേക്ക് കടക്കാം. മൂന്നാമത്തേത് ഗസ്ലുൽ യദൈനി മഅൽ മിർഫഖൈനി, രണ്ട് മുട്ടുൾപ്പെടെ രണ്ട് കൈകളും പൂർണ്ണമായി കഴുകുക. ഗസ്ലുൽ യദൈനി, രണ്ട് കൈകൾ കഴുകുക. മഅൽ മിർഫഖൈനി, രണ്ട് മുട്ടുൾപ്പെടെ, മുട്ടോട് കൂടെ കഴുകുക. അല്ലാതെ മുട്ട് ഒഴിവാക്കിയിട്ടല്ല കഴുകേണ്ടത്, മുട്ടടക്കം കഴുകണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ കൈ കഴുകണം എന്ന് പറയുമ്പോൾ കയ്യിലുള്ള നഖങ്ങൾ, ഈ നഖത്തിൻ്റെ ഉൾവശങ്ങൾ, അതുപോലെ തന്നെ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങൾ, എല്ലായിടത്തും വെള്ളം നനയണം, എല്ലായിടത്തും വെള്ളം ഒലിക്കണം, വെള്ളത്തെ ഒലിപ്പിക്കണം. അപ്പോഴേ കൈ കഴുകലാവുകയുള്ളൂ. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ നഖത്തിൻ്റെ ഉള്ളിലുള്ള ചളികളും അതുപോലെ തന്നെ എന്തെങ്കിലും മാവോ പൊളിഞ്ഞു പോരുന്ന രീതിയിലുള്ള മൈലാഞ്ചിയോ അങ്ങനെയുള്ളതൊന്നും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മൂന്നാമത്തെ ഫർള് കയ്യിൻ്റെ രണ്ട് മുട്ടുൾപ്പെടെ രണ്ട് കൈകളും കഴുകുക എന്നതാണ് മൂന്നാമത്തെ ഫർള്. നാലാമത്തെ ഫർളോ വറാബിഉ, നാലാമത്തേത് മസ്ഹു ബഅദി റഅസി, തലയിൽ നിന്ന് അല്പം തടവുക. തലയുടെ അല്പഭാഗം തടവൽ ഫർള്, മുഴുവനായി തടവൽ അത് സുന്നത്ത്. അപ്പോൾ തലയിൽ നിന്ന് അല്പം തടവുക എന്ന് പറഞ്ഞാൽ പലരും ഇങ്ങനെ നെറ്റി തടയി പോകും. നെറ്റി തടവിയാലൊന്നും എന്താവൂല, ഫർളായ തടവലാവൂല. ഫർളായ തടവലാവണമെങ്കിൽ നമ്മൾ പറഞ്ഞു, ഈ മുടി മുളക്കുന്ന സ്ഥലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും, നമ്മളുടെ തല എന്ന് പറഞ്ഞാൽ തലയിൽ സാധാരണ മുടി മുളക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ മുഴുവനും നമുക്ക് തലയായി പരിഗണിക്കാം. ആ ബൗണ്ടറിക്കുള്ളിൽ ഒതുങ്ങുന്ന ഏത് മുടിയിൽ തടവിയാലും മതി. അല്ലാതെ ഈ ബൗണ്ടറിയുടെ ഇപ്പുറത്തേക്ക് വരുന്ന മുടി, ചിലരുടെ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടെടുത്താൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ മുടിയൊക്കെ ഇങ്ങോട്ടെടുത്താൽ പിറകുവശത്തേക്കൊക്കെ ഇറങ്ങും. തലയുടെ ബൗണ്ടറി വിടുന്ന ഒരു മുടിയും തടവിയിട്ട് കാര്യമില്ല. തലയുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന മുടിയിൽ നിന്ന് അല്പം തടവിയാലും, തലയുടെ ഉള്ളിലേക്ക് ഇറങ്ങണമെന്നില്ല, മുടിയിൽ തടവിയാലും മതിയാകും. അപ്പോൾ തല ഒരു പ്രാവശ്യം തടവുക,
കൈ ഒരു പ്രാവശ്യം കഴുകുക, മുഖം ഒരു പ്രാവശ്യം കഴുകുക, ഇതൊക്കെയും ഫർളാണ്. 3 പ്രാവശ്യം ചെയ്യൽ അതൊക്കെയും സുന്നത്താണ്. അടുത്ത ക്ലാസ് വുളൂഇന്റെ സുന്നത്തുകൾ വിശദീകരിക്കാനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ട് സുന്നത്തുകളെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ വുളൂഇന്റെ ഫർളുകൾ: മുഖം കഴുകുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യുക, 2 മുഖം കഴുകുക, 3 2 കൈകളും മുട്ടുൾപ്പെടെ കഴുകുക, 4 തല തടവുക, 5 എന്താണ് വൽ ഖാമിസു അഞ്ചാമത്തേത് ഗസ്ലുർ റിജ്ലൈനി മഅൽ കഅബൈൻ 2 ഞെരിയാണിയുൾപ്പെടെ 2 കാലുകളും കഴുകുക. കാല് കഴുകുക എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് ഉദ്ദേശം കാൽപാദം. ഞെരിയാണിയും ഞെരിയാണിയുടെ താഴ്ഭാഗത്തേക്കുള്ള മുഴുവൻ സ്ഥലങ്ങളും കഴുകലും നിർബന്ധമാണ്. അപ്പോൾ അവരുടെ മടമ്പ് പ്രത്യേകം ശ്രദ്ധയോടെ കഴുകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മടമ്പ് കഴുകാതെ നനയാതെ പോകുന്ന ചില ആളുകൾ അവർ നരകത്തിലേക്കുള്ളവരാണെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിരലുകൾക്കിടയിലുള്ള സ്ഥലങ്ങൾ, നഖങ്ങൾക്കിടയിലുള്ള സ്ഥലങ്ങൾ, എന്തെങ്കിലും കീറലുകളോ വിള്ളലുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ നനഞ്ഞുവെന്നുറപ്പ് വരുത്തൽ നിർബന്ധമാണ്. അപ്പോൾ ഞെരിയാണി ഉൾപ്പെടെ 2 കാലും കഴുകുക എന്ന് പറഞ്ഞാൽ ആ കാലിലുള്ള രോമങ്ങളും അവിടെയുള്ള നഖങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള കീറലുകളുടെയും വിള്ളലുകളുടെയും ഒക്കെ ഉള്ളും പുറവും ഒക്കെ കഴുകൽ എന്താണ് നിർബന്ധമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളുടെ കാലിലോ കയ്യിലോ ഒരു മുള്ള് തറച്ചിട്ടുണ്ട്, ആ മുള്ള് പുറമേ നിന്ന് തൊട്ടു നോക്കുമ്പോൾ ഇങ്ങനെ തടയുന്നുണ്ട്. അങ്ങനെയുള്ള മുള്ള് ഉണ്ടെങ്കിൽ ആ മുള്ളിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കൂല. ആ മുള്ള് പറിച്ചെടുക്കൽ നിർബന്ധമാണ്. കാലിലുള്ള മുള്ള് പറിച്ചെടുക്കൽ നിർബന്ധമാണ്. അതേസമയം അത് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്, പുറമേയുള്ള തൊലിയൊക്കെ അങ്ങോട്ട് ഒന്നായിട്ടുണ്ട്, ഉള്ളിൽ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. അതിപ്പോൾ നമ്മളുടെ കയ്യിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉള്ളിൽ കമ്പി ഉണ്ടാവും, പലതുണ്ടാവും. പുറത്തേക്ക് അതിൻ്റെ ഒരു തടയലും ഇല്ല എങ്കിൽ കുഴപ്പമില്ല. അതല്ലാത്ത ഏത് മുള്ളും എന്ത് ചെയ്യണം? പറിച്ചെടുക്കൽ നിർബന്ധമാണ്. അതുപോലെ എന്തെങ്കിലും ചെറിയ പൊള്ളം കെട്ടി അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, പൊള്ളയായി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ മുകളിൽ കഴുകിയാൽ മതി. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളമാവൽ നിർബന്ധമാകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് 2 കാലുകൾ കഴുകുക എന്ന് പറയുമ്പോൾ ഉള്ള നിബന്ധന. അപ്പോൾ കഴുകേണ്ട 3 സ്ഥലങ്ങളും തടവേണ്ട 1 സ്ഥലവുമാണ് പറഞ്ഞത്. തലയാണ് തടവേണ്ടത്, മുഖം കഴുകാനുള്ളതാണ്, 2 കൈയും കഴുകാനുള്ളതാണ്, 2 കാലും കഴുകാനുള്ളതാണ്. കഴുകുന്നിടത്തുള്ള നിബന്ധന നമ്മൾ പറഞ്ഞു, വെള്ളം ഒലിപ്പിക്കണം. തടവാൻ വെള്ളമെടുത്ത് ആ വെള്ളമുള്ള നനവുള്ള കൈ ഒന്ന് തടവിയാൽ തടവലായി. അപ്പോൾ ഈ കഴുകുന്ന സ്ഥലങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കഴുകണമെന്നുള്ളത് ഒരു ഷർത്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 6ാമത്തെ ഫർദ് എന്താണ്? അത്തർത്തീബ്. തെർത്തീബാണ്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആ ക്രമത്തിൽ ചെയ്തു പോരുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം നെയ്യത്ത് വെച്ച് മുഖം കഴുകി, 2 കൈ കഴുകി, തല തടവി, പിന്നെ കാല് കഴുകുക. അപ്പോൾ ചെവിട് തടവൽ സുന്നത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ചെവിട് തടവുന്നത് തൽക്കാലം ഇപ്പോൾ പറയാത്തത്. ഇൻഷാ അല്ലാഹ് സുന്നത്തുകൾ പറയുന്ന കൂട്ടത്തിൽ അത് വരും. അപ്പോൾ ഇത്രയുമാണ്. അതാണ് വസാദിസു അത്തർത്തീബു. 6ാമത്തേത് തെർത്തീബാണ്. അപ്പോൾ ഈ ഫർളുകളൊക്കെ കൃത്യമായി നനയേണ്ട എല്ലാ സ്ഥലങ്ങളിലും നനവെത്തണം. അത് നിർബന്ധമാണ് എന്നതാണ് ഇവിടെയൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംരംഭം അല്ലാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ഹദറത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറത്തി മുസന്നിഫി ഹാദൽ കിതാബ് വസാഇരിൽ അസാതിദ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റഹ്മാനിർ റഹീം.